ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാപത്തിനെ കുറിച്ചുള്ള വിവാദം എന്നൊരു വിഷയമാണ്. ആ വിഷയത്തിൽ കരുണയാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്, ബലിയല്ല എന്നാണ് ഈ വചനഭാഗത്തിൽ പഠിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കാം. അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിഷം വന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരിതർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്തിരിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. ഇവിടെ കർത്താവായ ഈശോ മിശിഹ പറയാണ്, സാപത്ത് ആർക്ക് വേണ്ടി ആചരിക്കുന്നത്? കർത്താവിന് വേണ്ടി ആചരിക്കുന്നത്. ഒരാഴ്ച പണിയെടുത്ത് ഒരാഴ്ച 7-ാം പക്കം സാപത്ത് ആചരിക്കും. അത് യഹൂദ മതത്തിൻ്റെ പാരമ്പര്യമനുസരിച്ചുള്ളതാണ്. ഇന്നും ആ സാപത്ത് ആചരണം ഇസ്രയേലിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി 6 ദിവസം പണിയെടുക്കുക, 7-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതാണ് സാപത്ത് കൊണ്ട് വിചാരിക്കുന്നത്. അന്ന് ഒന്ന് ഭക്ഷിക്കുകയോ അന്ന് ഇത് ചെയ്യുകയോ അല്ല, പണിയെടുക്കുകയോ വലിയ കഷ്ടമുള്ള പണികളെടുക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ആ ആചാരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ സാപത്ത് ആചരിക്കുന്നത്? മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. മനുഷ്യപുത്രൻ ആരാണ്? യേശു തമ്പുരാനാണ് മനുഷ്യപുത്രൻ എന്ന് ഇവിടെ പറയുന്നത്. മനുഷ്യനായിട്ട് ദൈവം അവതരിച്ചാണ്. ഈ സാപത്ത് ആർക്ക് വേണ്ടി ആചരിക്കുന്നത്? കർത്താവിന് വേണ്ടി. കർത്താവ് ആരാണ്? ദൈവമായ യേശുവാണ്. ആ യേശുവിന് വേണ്ടിയുള്ള ആചരിക്കുന്ന ഈ സാപത്തിലെ കർത്താവായ യേശു ക്രിസ്തു കൃത്യമായി പറയുകയാണ്, നിങ്ങൾ ബലി അർപ്പിക്കുന്നതിലല്ല കാര്യമിരിക്കുന്നത്, നിങ്ങൾ കരുണ കാണിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. കർത്താവിന് ദൈവത്തിന് ഏറ്റവും ആവശ്യമുള്ളത് മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്ന കൺസെപ്റ്റാണ്. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോഴാണ് ദൈവം ബലിയിനേക്കാളും കൂടുതൽ സംതൃപ്തി കൊള്ളുന്നത്. ദൈവത്തിന് ഏറ്റവും ആവശ്യം, ദൈവത്തിന് ആരെയും പ്രാർത്ഥനയോ, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ, ദൈവത്തിനെ പിടിച്ചു വീട്ടി ദൈവത്തിന് വേണ്ടി ചാകാൻ നിൽക്കുകയോ, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവരെ കൊല്ലാനോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സാമ്പത്തികം ഉണ്ടാക്കാനോ, ദൈവത്തിന് സാമ്പത്തികമോ പണമോ വലിയ ദേവാലയങ്ങളോ വലിയ കാണിക്കകളോ ഒന്നും അല്ല ആവശ്യം. ദൈവത്തിന് ആവശ്യം കരുണയാണ്. ഇപ്പോൾ പല ഫൗണ്ടേഷനുകളും നമുക്ക് പ്രത്യേകിച്ച് അറിയാം. ചില ഫൗണ്ടേഷൻ വീടുകളൊക്കെ പണിത് കൊടുക്കുന്നുണ്ട്. അവരതിൽ പറയുന്നു കരുണയാണ്. മറ്റുള്ളവരെ കരുണ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുക. ദൈവത്തിന് വേറൊന്നും ആവശ്യമില്ല. ദൈവത്തിന് വേറൊന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരുണ, മറ്റുള്ളവർക്ക് കരുണ ചെയ്യുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. നമ്മൾ കുറേ നേർച്ച കാഴ്ചകൾ ഇട്ടുകൊണ്ടോ കുറേ കൂടെ പ്രാർത്ഥനകളിൽ സാപത്ത് ആചരിച്ചുകൊണ്ടോ, ഇന്നിപ്പോൾ കാലത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടോ കുറേ കുർബാനയിൽ കൂടിയത് കൊണ്ടോ അല്ല കാര്യം. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് ആദ്യം പഠിക്കണം. അതിന് മതമോ ജാതിയോ സമുദായമോ ഒന്നും പരിഗണിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യരെയും കരുണയോടെ കാണിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറിയാൽ മാത്രമേ ഈ ലോകം നല്ല രീതിയിൽ പോകാൻ കഴിയുള്ളൂ. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സർവ്വ അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കും തോറും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നല്ല കരുണയുള്ള മക്കളായി തീരട്ടെ, മറ്റുള്ളവരെ സഹായിക്കുന്ന മക്കളായി തീരട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് നല്ല മക്കളായി, അങ്ങനെ നല്ല മക്കളായി വളരുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.